സ്വാഗതം. This is East Presents Comedy Nights with Suraj. സ്വർഗമന്ദിരം പണിഞ്ഞു സ്വപ്നഭൂമിയിൽ കാലമെന്റെ കൈകളിൽ വിലങ്ങിടുമ്പോഴും കൊച്ചു കൊച്ചു മോഹം. എന്റെ ദൈവമേ, ഈ മനുഷ്യൻ ഇത് എന്തോ എടുക്കുക? രാവിലെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞിട്ട്. എന്റെ പ്രകാശേട്ടാ, ഇതുവരെ ഒരുക്കം കഴിഞ്ഞില്ലേ? ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാ. കിടന്ന് കൂവാതടി, ഇതാ വരുന്നു. നല്ലൊരു ദിവസമായിട്ട് നമ്മുടെ വീടിന്റെ പാല് കാച്ച. നിങ്ങൾ രാവിലെ ആ കൃഷ്ണന്റെ അമ്പലത്തിൽ ഒന്ന് പോയിട്ട് വാ. എടി, അമ്പലത്തിൽ പോകാനല്ലേ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നീ കൃഷ്ണഭഗവാന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത്, ഇന്നലെ രാത്രി ഞാൻ കിടന്ന് ഉറങ്ങിയപ്പോ ഞാൻ കൃഷ്ണ ഭഗവാനെ സ്വപ്നം കണ്ടു. ആണോ? സത്യം? സത്യം. എന്നിട്ട് കൃഷ്ണനോട് എന്റെ കാര്യം വല്ലതും പറഞ്ഞു? പിന്നെ നിന്റെ കാര്യം ഞാൻ പറയാതിരിക്കുമോ? എന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യമല്ലേ പറയുന്നത്. പക്ഷെ നിന്റെ കാര്യം പറഞ്ഞപ്പോ കൃഷ്ണ ഭഗവാൻ എന്താ പറഞ്ഞെന്നറിയോ? കുരിശിന്റെ കാര്യം എന്നോടല്ല പറയണ്ടേ, കർത്താവിനോടാ പറയണ്ടേ. പുതിയൊരു വീടായി, പുതിയൊരു ജീവിതമായി. ഈ വീടിന്റെ വിളക്കായിട്ട് ഭാര്യയെ കാണണം. എന്തു അത് പറഞ്ഞപ്പോ ഒരു സങ്കടം. അത് പറഞ്ഞപ്പോഴോ എല്ലാവർക്കും വിളക്ക് കൊടുത്തു, ഇങ്ങനെ നല്ല ഷേപ്പില് വിളക്ക്. എനിക്ക് മാത്രം ഒരു ബോള് വിളക്ക്. സത്യം. പിന്നെ ഞാൻ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും? അല്ലെങ്കിലും എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹമില്ല. സ്നേഹമില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞു. അയ്യോ, സ്നേഹത്തിന്റെ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. എന്തായിരുന്നു? ഈ വീടിന്റെ മുന്നിൽ നിന്ന് നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ FB-യിൽ ഇട്ടില്ലേ? എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ല മനുഷ്യ. അതിന്റെ കമന്റ് കണ്ടാണ് ഞാൻ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത്. എങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ? എന്റെ കൂട്ടുകാരെ അത് ഫോട്ടോ കണ്ടിട്ട് താഴെ കമന്റ് ഇടുക. പ്രകാശ, നിന്റെ വീട് പണിയെല്ലാം കഴിഞ്ഞില്ലേ? ഇനിയെങ്കിലും ആ കോലം എടുത്ത് മാറ്റിക്കൂടെ? വീടിന്റെ ഫ്രണ്ട് മാറ്റണ്ടേ? അതിന്റെ പേര് വഴക്കും വക്കാനൊന്നും വേണ്ട. ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വാ. വീട് പണി, വിവാഹം, ഇതുപോലുള്ള വിശേഷമൊക്കെ വരുമ്പോഴേ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച അപകടം ആപത്തും ഒക്കെ ഒഴിഞ്ഞു പോകുമെന്നാ വിശ്വാസം. ഒഴിഞ്ഞു പോകും. എനിക്കതിൽ അത്ര കൂടി വിശ്വാസം പോരാ. അല്ല, കല്യാണത്തിന് രാവിലെ ഞാൻ പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചായിരുന്നു. മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിച്ച്. എന്നിട്ട് ഈ അപകടം പോയില്ല. നിങ്ങൾ രാവിലെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവാണ് എന്റെ അടുക്ക വഴക്കിടാനായിട്ട്. ഒന്ന് അമ്പലത്തിൽ പോകും. അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വന്നു, ദാ പോയി ദാ വന്നു. സുരേഷ് ഗോപി പറയുന്നത് പോലെ. അയ്യോ, ഈ ജനശതാബ്ദി ഒന്നെടുത്ത് മാറ്റിയിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ടൊന്ന് പോകാമായിരുന്നു. പാലുകാച്ചൻ എല്ലാ ആൾക്കാരും വിളിച്ചായിരുന്നു. ഈ പണിക്കാരോട് കൃത്യസമയത്ത് വരാൻ പറഞ്ഞായിരുന്നു. ഈ പാചകക്കാർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൊടുത്തായിരുന്നു. എടാ, ഞാൻ നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നീ മിനുകസിയായിട്ടിരിക്കുന്നു. എന്താണ് ഞാൻ പറയുന്നത്? നീ കേൾക്കുന്നില്ല. ആ ട്രെയിൻ അങ്ങ് പോയി റേഡിയോ ഓൺ ചെയ്യും. നീ എങ്ങോട്ട് പോകുന്നു? ഞാൻ അമ്പലത്തിൽ വരെ പോവുകയാണ്. ആ, നല്ല കാര്യം മക്കളെ. മക്കളെ, അമ്പലത്തിൽ പോകുമ്പോ അമ്മാവന്റെ ദീർഘായുസിന് വേണ്ടിട്ട് എന്റെ ചക്കര ഒന്ന് പ്രാർത്ഥിക്കണം. അമ്മാവ, അത് എടുത്ത് പറയണോ അമ്മാവ? ഇന്നലെ രാവിലെയും കൂടി ഞാൻ അമ്മാവന്റെ കാര്യം ഇവിടെ സംസാരിച്ചു. അമ്മാവനെ കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. എന്നാ ഇനി അമ്മാവനെ കാണുന്നേന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. നീ എപ്പോ മനസ്സിൽ ചിന്തിക്കുന്നു, ഞാൻ അപ്പോഴെല്ലാം വന്നിട്ടില്ലടാ മക്കളെ. ഉണ്ട് മക്കളെ, നാളെ രാവിലെ 4:30 ബസ്സിൽ ഞാൻ അങ്ങ് പോകും. പിന്നെ ദക്ഷിണയായിട്ട് പാലുകാച്ചല്ലേ, അതിന് നീ ഒരു ദക്ഷിണ ഞാൻ തരും. അതെ, അറിയാം. അതിന് 500 രൂപയാ ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിന്റെ ചില്ലറ ഇല്ലാത്തത് കൊണ്ട് 2000 രൂപയുടെ ഒറ്റ രൂപ തൂട്ട് എന്റെ ഈ പോക്കറ്റ് ഇട്ടേക്കാം. അല്ലോ മാമ, 2000 ഒറ്റോട്ടാകുമ്പം മാമന് രാവിലെ പോകുമ്പോ വണ്ടിക്കുലേക്ക് ചേഞ്ച് വേണ്ടേ? ഓർമ്മിപ്പിച്ചത് നന്നായിലേക്ക് ഞാൻ മറന്നു. അതിന്റെ കൂടെ 30, 2000 പ്ലസ് 30, 2030 രൂപ തന്നേക്കാം. മക്കളെ, അമ്പലത്തിലോട്ട് പോയിട്ടോ മക്കളെ. സർവ്വ ഐശ്വര്യം ഉണ്ടാവും. മക്കളെ, മറക്കരുത്, അമ്മാവന്റെ ദീർഘായുസിന് വേണ്ടിയിട്ട് ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം. പൊട്ടിപ്പൊളിഞ്ഞ വീടിന് എന്തിനാ അമ്മാവ നമ്മൾ പെയിന്റ് ചെയ്യുന്നത്? പ്രാർത്ഥിക്കണം മക്കളെ, പ്രാർത്ഥിക്കണം. അതുകൊണ്ട് അകത്തോട്ട് ആയിക്കോട്ടെ. ഓക്കെ, ശരി. പ്രകാശ, അതൊക്കെ പോണ. വിനയമേശ്വരി, ഭയങ്കര വിനയമേശ്വരിയാണ് വിനയമേശ്വരി. നിന്നെ കാണുമ്പം എനിക്ക് നിങ്ങൾ എന്റെ എത്ര വയസ്സിന് മൂത്തനാണ് എങ്കിലും നിങ്ങളുടെ ആ വിനയം നിങ്ങൾക്ക് അറിഞ്ഞിട്ടതാണ് ഈ വിനയൻ എന്നുള്ള പേര്. എല്ലാം നിന്റെ കഴിവ് കൊണ്ടാണ്. ഞാൻ പണിതല്ല, നിന്റെ ഐശ്വര്യം. ഇത് എന്റെ സമ്മാനം. ഇതൊക്കെ കരുതിയല്ലേ? വേണ്ട.
അല്ലെങ്കിൽ അങ്ങ് അകത്തോട്ട് വെച്ചോ. ഞാൻ വെച്ചോളാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ നോക്കിക്കോളാം. എല്ലാം ഒന്ന് നോക്കിക്കാണും. കേട്ടോ ഓക്കെ. സമയമൊക്കെ ആയി വരുന്നുണ്ട്. ആയി വരുന്നു. എന്താവശ്യമുണ്ട് എന്നെ വിളിക്കണം. വിളിക്കും. അകത്ത് കാണും. വിളിക്കും. അമ്മക്കല്ലേ ചത്തുപോകും. വെള്ളം ചാടി നടക്കണ പുൽച്ചാടി ഞാനും നിന്നെ പോലൊരു പുൽച്ചാടി ഇവിടെ ഇതൊരു പാല് കാച്ചി വീടായിട്ട് ഒരു മനുഷ്യനും മാന്തോന്നില്ല. ചേച്ചി 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 ആ ഇതാരാ സുഖോ? ആ നല്ല ആളാ. 2 ആഴ്ച മുമ്പ് പെയിന്റ് അടിച്ച് തന്ന് പോയ ആളാ. പെരവാസ്തോലിയുടെ അന്ന് കേറി വന്നിരിക്കുന്നു. നിനക്കൊന്ന് തലേദിവസം വന്നുകൂടായിരുന്നു? അത് ഇന്നലെ രാത്രി വരാൻ പറ്റത്തില്ല ചേച്ചി. കാരണം ഇന്നലെ രാത്രി ഇച്ചിരി തൊടാനും പിടിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വരാൻ തൊടാനും പിടിക്കാനും ആരാ? ആരല്ല, ഞാൻ ഈ നേരത്തെ പെയിന്റ് അടിച്ച് തീർത്തിട്ട വീട്. അപ്പൊ പിള്ളേർ കയറി ചിരണ്ടി അവിടെ ഇവിടെ പെയിന്റ് കളഞ്ഞു. അപ്പൊ ഈ പെയിന്റ് വെച്ചൊന്ന് ടച്ച് ചെയ്തിടാണ്ട് അതാണ് ഞാൻ താമസിച്ചു. ഇന്നലെ വരാൻ പറ്റില്ല. പിന്നെ ഞാനൊരു കാര്യം തുറന്നു പറയുന്നതുകൊണ്ട് ചേച്ചി ഒന്നും വിചാരിക്കരുത്. എന്റെ പെയിന്റിങ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര പെട്ടെന്ന് ഒരു വീടിന് ഞാൻ പെയിന്റ് അടിച്ചു കൊടുക്കുന്നത്. വേറെ പല ടീമാണ് നമ്മളിട്ട് കറക്കി ഒരു കളിയുണ്ട് 2-3 മാസം. പക്ഷെ ഞാൻ അത് പെട്ടെന്ന് തീർത്തത് ഇവിടുത്തെ പ്രകാശനോടുള്ള ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടൊന്നും അല്ല. പിന്നെ ചേച്ചിയോടുള്ള ഇഷ്ടവും താല്പര്യമൊക്കെ കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തീർത്തത്. എന്റെ പ്രകാശ, നീ കല്യാണം കഴിച്ചിട്ട് നല്ലൊരു സുന്ദരി പെണ്ണ് വീട്ടിലില്ലേ? നീ എന്തിനാ ഈ വൃത്തികെട്ട പെണ്ണുങ്ങളുടെ വായിട്ട് നോക്കാൻ പോകുന്നത്? അപ്പൊ ചേച്ചി എന്നെ സർട്ടിഫിക്കറ്റ് അടിച്ച് എന്റെ കൈ വെച്ച് തരുമോ വൃത്തികെട്ട? അയ്യോ, എന്റെ കാര്യമല്ല പറഞ്ഞു. ഞാൻ വേറെ പുറത്ത് വൃത്തികെട്ട പെണ്ണുങ്ങളുടെ വായി നോക്കാൻ പോകുന്നത്. അത് വേറെ പോണ വേറെന്ന് ചേച്ചി, ഞാൻ എന്നും ചിക്കൻ ബിരിയാണിയില്ലേ കഴിക്കുന്നത്. അപ്പൊ വല്ലപ്പോഴും ഇച്ചിരി പഴങ്കഞ്ഞിയില് കാന്താരി മുളക് ഞാൻ അവിടെ കഴിക്കാൻ ഒരു മോഹം, അത്രേ ഉള്ളൂ. പ്രകാശോ, അതിരിക്കട്ടെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് നീ സാധിച്ചു തന്നില്ല. എന്താ ചേച്ചി പറയാൻ അങ്ങനെ ആ അടുക്കള ഭിത്തിയ നീ ചെയ്ത ഡിസൈൻ ഇല്ലേ, അതുപോലെ ഒരെണ്ണം ബെഡ്റൂമിൽ അടിച്ചു തരാൻ പറഞ്ഞിട്ട് ചെയ്തില്ലല്ലോ. ഞാൻ അടുക്കള ചെയ്ത് വെച്ച ഡിസൈനാ? ഷോ, അത് നടക്കൂല ചേച്ചി. അതെന്ത്? ആ ഡിസൈൻ ചെയ്ത ആൾ മരിച്ചുപോയി. ആള് മരിച്ചെന്നു? അതെന്തോ സത്യം പറയാലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര എന്റെ ഫുള്ള് പണി ഇവിടെ തീർന്നത് കൊണ്ടും എനിക്ക് തരാനുള്ള മുഴുവൻ പൈസ ഇവിടുന്ന് തന്ന് തീർത്തത് കൊണ്ടും ഒരു തുണിയില്ലാത്തൊരു സത്യം ഞാൻ ഇവിടെ പറയാൻ പോവാണ്. ഞാൻ ചേച്ചി ഒരു നഗ്ന സത്യം ഞാൻ പറയാൻ പോവാ. ഞാൻ അതായത് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കരവിരുതല്ല ഈ അടുക്കള അടിച്ചു വെച്ചേക്കുന്നത്. ഞാൻ ഇങ്ങനെ പെയിന്റ് അവിടെ ഇങ്ങനെ കലക്കി വെച്ചപ്പോഴത്തേക്ക് ഒരു പല്ലി മേളിൽ നിന്ന് ഈ ബക്കറ്റ് പെയിന്റ് ബക്കറ്റിലോട്ട് വീഴുന്നു. അപ്പൊ അതിനെ കൂടെ ചേർത്ത് വെച്ച് ഞാൻ ഭിത്തിയിൽ ഇങ്ങനെ വാരി തേച്ച് കൊടുത്തു. അപ്പൊ പ്രാണരക്ഷാർത്ഥ ഈ പല്ലി ഇഴഞ്ഞു പോയ പാടാണ്. അപ്പൊ ഈ പെയിന്റ് വീണുകൊണ്ട് പല്ലി എത്തുപോയി. അപ്പൊ പെയിന്റിൽ പല്ലി ജീവനോട് ഉണ്ടായിരുന്നത് ഞാൻ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് അടുപ്പിച്ച് തന്നേനെ. പക്ഷേ ഈ നമുക്ക് ജീവനുള്ള പല്ലി നമുക്ക് കിട്ടത്തില്ല. അപ്പൊ എന്റെ കരവിരുതല്ല അത്. അങ്ങനെ സംഭവിച്ചാ. അല്ല നമ്മളാൽ ുണ്ടിരുമോളെ അപ്പോഴേക്കും പിണങ്ങിയോ? അടങ്ങി വന്നേ മാമ ഇവിടെ പെയിന്റിങ് അടിച്ചിട്ട് പോന്നതില് ആ മോള് വിഷമിക്കണ്ടാട്ടോ. വീണ്ടും പിണങ്ങി. അമ്മാളും വിഷമിക്കണ്ട. മാമക്ക് ഒരാഴ്ചയായി കഴിയുമ്പോ കറങ്ങി അടിച്ച് ജോലി മേലെ ഒന്നുമില്ല ഇങ്ങനെ കറങ്ങി അടിച്ച് വരും. എന്നിട്ട് നമ്മൾ ഈ വീടിന്റെ ഫ്രണ്ടിൽ ഒരു സൈഡില് ആദ്യം നമ്മൾ കല്ലിറക്കും. അത് കഴിഞ്ഞ് നമ്മൾ സിമന്റ് ഇറക്കും, പിന്നെ മണലിറക്കും. അങ്ങനെ നമ്മൾ വലിയൊരു മതില് കെട്ടും. എന്നിട്ട് ആ മതിലില് ഈ വീടിന്റെ ഉടമസ്ഥനായ എന്നെ കൂടെ വെച്ചങ്ങ് തേക്കും. ഇതാരാ വന്ന് നിക്കുന്നത്? പ്രകാശണ്ണ, പെയിന്റർ സുഖു. അയ്യോ, എവിടെ പോയിരുന്നു? ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് പറയണോ നാളെ പറയണോ? ഇന്ന് പറയണോ നിനക്ക് എന്റെ വിശേഷങ്ങൾ? എന്റെ ദൈവമേ, അമ്പലത്തിൽ പോണെന്നും പറഞ്ഞുകൊണ്ട് ഇയാള് ബാറിലാണോ പോയത്? നിങ്ങൾ കുടിച്ചല്ലേ മനുഷ്യ? ഞാൻ കുടിച്ചില്ല. എന്താ പറയാ, ഞാൻ കുടിച്ചില്ലെന്ന് പറഞ്ഞപ്പോ എന്തോടാ ഇത്? കുടിച്ചില്ലെന്ന് പറഞ്ഞപ്പോ എന്തോടാ ഇത്? ഇതെന്താ ഇങ്ങനെ? ഊതിയിട്ടില്ല. ഇങ്ങോട്ട് നൂതാൻ. सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः बलदेवानंद सागरः। ഇലക്ഷൻ കഴിഞ്ഞു. ആര് പ്രധാനമന്ത്രിയാകും? ആര് രാജ്യം ഭരിക്കും? ആഭ്യന്തരം ആര് കൈകാര്യം ചെയ്യും? ഗതാഗതം ആരുടെ കയ്യിലായിരിക്കും? അതെ, അല്ല ഇത്ര നേരം ചേച്ചിക്ക് കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് എന്തോ പറ്റിയത്? കുഴപ്പമില്ല. എന്താ? ജവാന രാജ്യകാര്യങ്ങളിൽ ഒരുപാട് താല്പര്യം കാണിക്കും. അയ്യോ, എന്റെ
അത് വിഷയമല്ലേ, ഈ സമയാന്നല്ലേ ഉള്ളൂ, പാല് വെച്ച സമയമല്ലേ ഉള്ളൂ. ഇല്ല ഇതെനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാൻ ചത്തുകളയും. എന്നാ ഇനി ഇവിടെ ജവാന്റെ പരേഡ് ആയിരിക്കും, ജവാന്റെ പരേഡ്. ഞാനും കുഞ്ഞും ഒഴിവായിട്ട് നിങ്ങൾ അങ്ങനെ സൂഹിക്കാന്ന് കരുതുണ്ട് കേട്ടോ. ഒരു കുടുംബ ഫോട്ടോ ഫ്രെയിം ചെയ്തു പോകല്ലേ, നോക്ക്. കേരടിയാത്ത്. കലോത്സവം നടക്കാൻ പോവുകയാണ്. ചവിട്ട് നാടകം. ഫസ്റ്റ് ചെസ് നമ്പർ 201. പെയിന്റർ സുഗു. ഫസ്റ്റ് കാൾ, സെക്കൻഡ് കാൾ ഓൺ ദി സ്റ്റേജ്. പ്രകാശണ്ണോ, ഇന്ന് പാല് കാച്ചായിട്ട് എനിക്ക് എന്തുവാ തരുന്നേ? നിന്നെ സൂപ്പിക്കൊന്നും വേണ്ട. നീ എന്തോ കാണിച്ചിട്ട് എന്റെ വീട്ടില്? ഞാൻ എന്തോ കാണിച്ചു? ഇവിടെ പെയിന്റ് ചെയ്യാമെന്നും പറഞ്ഞു ഇവിടെ വന്നിട്ട് എന്റെ വാഴയുടെ ചോട്ടി മൊത്തം എടുത്ത് ഒഴിക്കുവായിരുന്നു എന്റെ പെയിന്റ് മൊത്തം. വീട്ടിൽ അവൻ അടിച്ചില്ല, ഒരു ഭിത്തിയിൽ ഒരു പെയിന്റ് പോലും അല്ല. എന്തോ പറഞ്ഞു, ഞാൻ അത് കൊണ്ട് കളഞ്ഞ എന്തിനെന്ന് ഓർത്താ? എന്തായാലും ഓർത്താ ഞാൻ പെയിന്റ് എല്ലാം വാഴയുടെ ചോട്ടി കൊണ്ട് ഒഴിച്ചത് കാരണം ഈ വാല ഇങ്ങനെ കുഴച്ച് വരുമ്പോഴത്തേന് ഈ പല കളറിലുള്ള പഴം കിട്ടിക്കോട്ടോ ആണെന്ന് വിചാരിച്ചു എന്റെ വാഴയ്ക്ക് അങ്ങനെ പല വർണ്ണത്തിലുള്ള കൊല വേണ്ട. നിന്നെ നീ വാ ഒറ്റ കാര്യം പറയാം. ബഹുമാനപ്പെട്ട പെയിന്റേഴ്സ്, കമ്മീഷൻ വാങ്ങിക്കാതിരിക്കുന്ന പെയിന്റേഴ്സ്, ഉത്തരവാദിത്തോടെ വീട് പെയിന്റ് ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട പെയിന്റേഴ്സ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണിത്. എല്ലാവരും സ്വീകരിച്ചാലും അങ്ങനെ പെയിന്റർ സുഗു എന്ന വൺമരം വീണു. അടുത്തതാര്? ചെസ് നമ്പർ 2 അമ്മാവൻ. ചെസ് നമ്പർ 204. ഫസ്റ്റ് കാൾ, സെക്കൻഡ് കാൾ ആൻഡ് ഓൺ ദി സ്റ്റേജ്. ഇന്ന് തോന്നുന്ന സാറാ കണ്ടത്. പാല് കാച്ചായിട്ട് നല്ലൊരു ദിവസത്തോടെ നീ കുടിച്ചോണ്ട് വന്നേക്കുന്നതാ. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നീ കുടിച്ചോണ്ട് വന്ന് ഇവിടെ കിടന്ന് വൃത്തിയോട് കാണിക്കരുതെന്ന്. നീ മേലാലിനെ കൊണ്ട് സംസാരത്തിന് അടിച്ചതിന്റെ മണ്ടാഴ്ച കയറും കേട്ടാ. ഇത്രേ ഉള്ളൂ, സത്യം ഇത്രേ ഉള്ളൂ. കുഞ്ഞിലെ എടുത്തുകൊണ്ട് നടന്നതാണ്. എപ്പോ വരട്ടോ അപ്പോ ഒതുങ്ങി. പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല, കുതിക്കാൻ. നീ ഏത് മാമനടാ നീ? നീ ഏത് മാമനടാ നീ? നീ എന്റെ ഏത് മാമൻ? എന്റെ ഏത് ഭാഗമല്ല മാമൻ ഇത്? അറിഞ്ഞൂടെ? നിന്നെ ഞാൻ അറിയിക്കാം. എനിക്കിങ്ങനെ ഒരു മാമനല്ല, എന്റെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു മാമൻ എനിക്കില്ല. എന്റെ കുടുംബത്തിൽ ഇതുപോലൊരു മാമൻ എനിക്കില്ല, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറ്റിട്ട് ഇതുവരെ എന്റെ തറവാട്ടി ഇത് എന്റെ മാമൻ എന്ന് പറഞ്ഞ് ഈ വൃത്തികെട്ടവൻ നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിന്റെ കുടുംബത്തിലുണ്ടോ ഈ മാമൻ? അയ്യോ, ഇത്ര നാളെ ഞാൻ വിചാരിച്ച നിങ്ങളുടെ മാമനായിരിക്കും. എനിക്ക് ഇങ്ങനെ ഒരു മാമനില്ല. മാമനില്ലല്ലോ? ഇല്ല. അപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകാം. ഇത് ഫ്ലാഷ് ബാക്ക്. 6 വർഷത്തിന് മുൻപ് എനിക്കൊരു പെൺകുട്ടി ജനിച്ചു. 1 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ബർത്ത്ഡേ. അന്ന് രാവിലെ ഈ മാമനെ കാണുന്നത്. ഈ മാമനെ അന്നാണ് ഞാൻ ആദ്യമായി കാണുന്നത്. മാമൻ വന്നു, കേക്ക് മുറിക്കുന്നു, കേക്ക് കഴിക്കുന്നു, കേക്ക് കൊടുക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം വിളമ്പുന്നു. പോകുവാൻ സമയമായപ്പോൾ എൻ്റെ പൊന്നുമകളുടെ 1.5 പവന്റെ മാലയും അടിച്ചുകൊണ്ട് ഈ മാമൻ അങ്ങ് പോയി. വിളക്കവിടെ കത്തിക്കുന്നു. ഒരു അധികാരവും ഒരു ബന്ധവും ഇല്ലാതെ കുറെ മാമന്മാർ വന്നങ്ങ് കയറും. അത്തരത്തിലുള്ള മാമനാണ് ഈ മാമൻ. അത് പോട്ടെ, ഈ മാമനെ അന്ന് ഞാൻ കണ്ടതാ. പിന്നെ കാണുന്ന ഇന്നും ഇവിടെ വിളക്ക് കത്തിച്ചപ്പോഴാണ് ഈ മാമനെ കാണുന്നത്. അനാവശ്യം പറയാം. 1 മിനിറ്റ്. ഇതെന്തുവാ? ഫ്ലാഷ് ബാക്കിന് തിരിച്ചു വന്നതാ. ഇനി പറ. അനാവശ്യം പറയുന്നത്. അനാവശ്യമോ? ഞാൻ പറയുന്നത് ഇങ്ങോട്ട് മാറുന്നേ. ഇങ്ങനെ ഒരു കാര്യമില്ലാതെ എല്ലാ വീട്ടിലും ചേർച്ചിരുന്ന അമ്മാവന്മാർക്ക് ഒരു താക്കീതായിട്ട് ഇത് സ്വീകരിച്ചാലും
വെക്കോ ദേ രണ്ടിന്റെ ഒറ്റനോട്ട് വേണോ? വേണ്ട. രണ്ടിന്റെ ഒറ്റനോട്ട് വേണോ? വേണ്ട. അപ്പോ ഓ വനിത മതി അറിയാവോ? അകത്തോട്ട് അകത്ത് തുണി പൊയ്ക്കോണം. വേണ്ട, നല്ലൊരു ദിവസമായിട്ട് പ്രായമുള്ളൊരു മനുഷ്യനൊന്നും ചെയ്യാൻ നിൽക്കണ്ട. പ്രായമായ മനുഷ്യന് ഇന്ന് ഞാൻ നിൽക്കട്ടെ? നീ നിൽക്കി. ചെസ് നമ്പർ 3 മേശ്ശേരി വിനയൻ. First call, second call, and on the stage. പ്രകാശ നിന്നെ സമ്മതിച്ചു കേട്ടോ. സൂപ്പർ വീട്. ഞാൻ പണിതുകൊണ്ട് പറയല്ല, ഇത്രയും നല്ലൊരു വീട് ഈ ഏരിയയിലില്ല. അതുപോലെ നിന്റെ ഈ സ്വഭാവം, ആര് വന്നാലും ആ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ആ സ്വഭാവം, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പ്രകാശ, നീ എന്തിങ്ങനെ കാണിക്കുന്നത്? അല്ല, നീ പറയുന്നതൊക്കെ എനിക്ക് സൂഹിക്കുന്നുണ്ടെന്ന് നിനക്ക് മനസ്സിലാവണമല്ലോ. അതുകൊണ്ട് ഞാൻ സുഖിച്ച് കാണിച്ചത്. ഈ വിനയ് മേശ്ശേരി എന്റെ വീട്ടിൽ നന്നായി പണിതു, നല്ല വൃത്തിയായിട്ട് എന്റെ വീട്. മതി വിനയ, മാറു വിനയ, ഇത് കേൾക്കും. എന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം ചെന്നപ്പോ ഒരു ഭിത്തി ഗർഭിണി. ഇങ്ങനെ നിൽക്ക ഭിത്തി ഇങ്ങനെ. ഞാൻ ചോദിച്ചു, എന്താ വിനയ ഇത് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതൊന്ന് മാറ്റിക്കൂടെ? അപ്പൊ വിനയ ഉടനെ പറഞ്ഞു, പ്രകാശ പേടിക്കാതെ, ഇത് തേപ്പിലങ്ങ് മാറും. ഞാൻ വിചാരിച്ച് തേപ്പി മാറും. നോക്കൂ, തേപ്പ് കഴിഞ്ഞു നോക്കി, ഗർഭിണി മാറിയില്ല, അതങ്ങനെ തന്നെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, എടാ വിനയ ഇതെന്താ ഇങ്ങനെ പിന്നെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പൊ മേശ്ശേരി പറയുക, അത് കുഴപ്പമില്ല, പുട്ടിയിട്ട് പെയിന്റ് ചെയ്യുമ്പോ മാറും. പെയിന്റ് ചെയ്തു, പുട്ടിയിട്ട് പെയിന്റ് ചെയ്തു, അപ്പോഴും മാറിയില്ല. എന്തുകൊണ്ട് മാറിയില്ല? എന്നിട്ട് തീർന്നോ ഈ മഴ? അല്ലാതെ പെയിന്റ് ചെയ്യുമ്പോ പെയിന്റ് ചെയ്ത് തീർന്നോ? ഇല്ല. അതെന്തുകൊണ്ട്? എന്നിട്ട് എന്താ തീർന്നത്? എന്താ? എന്റെ കാശ് ഞാൻ കയറി ഇറങ്ങി ഓരോ വീടുകളിൽ നിന്ന് പണിയെടുത്ത് ഞാൻ ഉണ്ടാക്കുന്ന കാശ് നിനക്ക് ഇവിടെ ഒന്ന് ഭിത്തിക്ക് വഴി വെച്ച് എന്റെ വീട് തീർക്കാനായിരുന്നോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ മതിൽ ഇടിച്ചു കളഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കെട്ടിയാലോ? നന്നായി പണി ചെയ്യുന്ന മേശ്ശേരിമാർക്ക് സമർപ്പിക്കുന്നു ഈ ശിക്ഷ. കാപ്പി കുടിച്ചില്ല. കാപ്പി ഉണ്ടാക്കുന്നു. നീ എവിടെ ഇറങ്ങി വാടി? എന്തുവാ? നല്ലൊരു ദിവസമായിട്ട് പെരവാസോലിയായിട്ട് എല്ലാരെയും തല്ലി ഓടിച്ചിട്ട് നശിപ്പിച്ച് നാറാണക്കല്ല് പിടിപ്പിച്ചു നിൽക്കുന്ന കണ്ടില്ല കൂടിയൻ. എവളിത് എന്തിനു മണ്ടിയത്? ഞാനിത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ എവക്കറിയത്തില്ല. എടീ, നീ എന്ന് ആലോചിച്ച് നോക്ക്, ബുദ്ധിപൂർവ്വം ചിന്തിക്കണം. എന്താ ബുദ്ധി? അമ്മാവൻ 1000, 2000 ദക്ഷിണ, മേശ്ശേരിക്ക് 2500, പെയിന്റടിക്കാരൻ 500, 2500. ഇങ്ങനെ എല്ലാവർക്കും ദക്ഷിണ കുക്കും എത്ര രൂപ എന്റെ വിചാരം? അത് പിന്നെ കൊടുക്കണ്ടേ? 10-15,000 രൂപ ആവോ? നാട്ടു നടപ്പല്ലേ? നാട്ടു നടപ്പ് എനിക്ക് അങ്ങനെ ഉണ്ടടി എന്റെ കയ്യിൽ. അതേപോലെ ബുദ്ധിപൂർവ്വം ഞാനൊരു 150 രൂപയുടെ ജവാൻ അടിച്ചപ്പോൾ നമുക്ക് എത്ര രൂപയടി ലാഭം? മുടിഞ്ഞ കാലം. അനീഷ് അൻവർ സംവിധാനം ചെയ്ത് ജയറാമേട്ടൻ നായകനായി, പിന്നെ ഒരുപാട് താരനിരകളുണ്ട് കേട്ടോ. ദിലീഷ് പോത്തനുണ്ട്, പിന്നെ ധർമ്മജൻ ബോൾഗാട്ടി, ബാബുരാജ്, പിന്നെ ഹരീഷ് കണാരൻ, സുരഭി, സെന്തിൽ രാജാമണി, അതുപോലെ തന്നെ അങ്ങനെ വലിയ താരനിരയാണ്. അതിൽ നിന്നും വളരെ പ്രശസ്തരായിട്ടുള്ള 2 താരങ്ങൾ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. അവരെ സ്നേഹപൂർവ്വം ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. മറ്റാരുമല്ല, സുരഭി സന്തോഷ് ആൻഡ് ആശ അരവിന്ദ്. നമസ്തേ. നമസ്കാരം. നമസ്തേ.
രണ്ടുപേർക്കും സ്വാഗതം. അതെ, ഇപ്പൊ ഇവർ രണ്ടുപേരും ഇവിടെ എത്തിയത് അനീഷ് അൻവർ സംവിധാനം ചെയ്ത ജയറാമേട്ടന്റെ ഗ്രാൻഡ് ഫാദർ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനാണ്. അതിലെ എന്ത് ക്യാരക്ടറാണ്? ഞാൻ ജയറാമേട്ടന്റെ മകളായിട്ടാണ് ആദ്യമായിട്ടാണ് അമ്മ വേഷം ചെയ്യുന്നത്. ജയറാമേട്ടന്റെ മകളായിട്ടാണ് ആദ്യമായിട്ടാണ് അമ്മ വേഷം. ജയറാമേട്ടനാണ് ഗ്രാൻഡ് ഫാദർ. ജയറാമേട്ടന്റെ മകൾ ഞാൻ. എനിക്കൊരു മോനുണ്ട് 5 വയസ്സ്. അങ്ങനെ തെളിച്ച് പറ. ആശ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഈ ഒരു ഫ്ലോറിൽ ഫസ്റ്റ് ടൈം ആണ്. ആദ്യം പരസ്യമായിരുന്നോ അതോ സിനിമയായിരുന്നോ? പരസ്യമായിരുന്നു. പരസ്യമായിരുന്നു. അതെ, ജീവിതത്തിൽ ആദ്യത്തെ പരസ്യം അതാണ്, ക്യാമറ അഭിമുഖീകരിക്കുന്നത്. ടൈറ്റൻ. Okay. അതിനുശേഷം പിന്നെ പരസ്യത്തിൽ തന്നെ സ്ഥിര ആളായി. ഞാൻ പരസ്യത്തിന്റെ ഒരു മെയിൻ കണ്ണിയായി മാറി. Okay. ഏകദേശം എത്ര പരസ്യം ചെയ്തിട്ടുണ്ട്? എണ്ണം ഒരു 350 മേളിൽ ചെയ്തിട്ടുണ്ട്. എന്റെ അതിനുശേഷം ആദ്യ സിനിമ അരികെ, ശ്യാമപ്രസാദ് സാറിന്റെ അരികെയായിരുന്നു ആദ്യ സിനിമ. അതിനുശേഷം എത്ര സിനിമ ചെയ്തു? ഞാൻ വർഷത്തിൽ ഒരു സിനിമ വെച്ചാ ഇപ്പൊ ഇങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ബാക്കി അത്രയും പരസ്യത്തിന് കൊടുക്കും? അല്ല, അങ്ങനെ വിളിക്കുന്നുള്ളൂ. അതല്ല, എന്റെ കളിയാക്കി ആൾക്കാർ ചോദിക്കും, ആശാ സിനിമ. അന്നേരം ഞാൻ പറയും, ഞാൻ ക്യാരക്ടർ റോളിലെ രജനീകാന്താന്ന്. വർഷത്തിലൊന്ന് മാത്രമേ വരുവാറുള്ളൂ. ഇതിനകത്ത് ഈ ചിത്രത്തിലെ വേഷം എന്താണ് ഗ്രാൻഡ് ഫാദറിൽ? ഇതുവരെ സിനിമ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ക്യാരക്ടറാണ്. ഒരു ത്രൂ ഔട്ട് ക്യാരക്ടറാണ്. ഒരു കാലില്ലാത്ത ഒരു ലേഡി ആയിട്ടാണ്. ഞാൻ പറഞ്ഞു. ഇത് തൊട്ടപ്പുറത്ത് നമ്മുടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ടീമുകളാണ്. എന്താ പ്രഭാര അവിടുത്തെ ജോലിക്കാരനാണ്? അവിടുത്തെ ആ പപ്പു ഇല്ലേ, ആ പപ്പു വീണ്ടും കുറെ കുതിരച്ചോദിയായിട്ട് വന്നേക്കോ. എന്റെ ഉത്തരം അറിയത്തില്ലാത്തവരുടെ ഈ ഗ്ലാസും വെച്ച് നെറ്റിക്കിട്ട് ദൈവം ആർക്കെങ്കിലും എറി കിട്ടിയോ? ഇഷ്ടം പോലെ. ഇത് ചോദിക്കാൻ അവിടെ അങ്കിൾ ആരും ഇല്ലായിരുന്നോ? അപ്പൊ ആന്റിയോ? ഓ, അത് ശരി. നീ ഇതെങ്ങനെ ഇവിടെ വന്നത്? ഞാൻ അവിടെ അടുക്കളയിരുന്ന് കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാ. അന്നേരം ഇവൻ അവിടെ കുസൃതിയായിട്ട് വന്നു. അപ്പൊ എനിക്ക് എന്തോ പന്തികേട് തോന്നി. അന്നേരം ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. പുറകെ വരുന്നുണ്ട്. ആരാടാ ക്ലാസ് എടുത്തെറിഞ്ഞത്? എന്തിനാ ക്ലാസ് എടുത്തെറിഞ്ഞത്? ശരി, കുസൃതി ചോദ്യം ഇവിടെ ചോദിക്കാൻ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? മറ്റേത് എന്താ മറന്നുപോയി. അത് ചോദിച്ചാൽ അവൻ ഇത് തരുകയും ചെയ്യും. അതാണ് കുഴപ്പം. എന്റെ പൊന്നു മക്കളെ, ഇവിടെ ആരെയും തലക്കിട്ടൊന്നും എറിയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം, ഒന്നെങ്കിൽ സുരാജേട്ടൻ അല്ലെങ്കിൽ അശ്വതി ചേച്ചി, നിങ്ങൾ ആരെങ്കിലും ഈ ചോദ്യം ചോദിക്കണം. എനിക്ക് പറ്റില്ല. ഓക്കെ, ചോദിക്കാം. തെറ്റിക്കഴിഞ്ഞ പ്രശ്നമൊന്നുമില്ലല്ലോ. ചോദ്യം തെറ്റിയോരെ എറിയണോ എറിയണ്ടേ ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ. ഇവിടെ എറിയാനൊന്നും പറ്റില്ല. ഓക്കെ, വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ നിന്നേ. നിങ്ങളുടെ കൂടെ പെമ്പിള്ളേരാരും ഇല്ലേ? എന്തേ വീട്ടിലേക്ക് വന്നേ? ചേച്ചി, ആ ടംബ്ലർ ഇങ്ങോട്ട് തന്നെ. അയ്യോ, ആണല്ലോ. ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, കോടികൾ മുടക്കിയാൽ ഇത് കിട്ടില്ല, എന്നാൽ ദാനമായി കിട്ടും. എന്താണിത്? കോടികൾ മുടക്കിയാൽ കിട്ടില്ല, എന്നാൽ ദാനമായി കിട്ടും. അവരോട് ചോദിക്കാം. ഞാൻ വിളിച്ചു വരുത്തിയ ആൾക്കാരാ, ഒന്നും ചെയ്യരുത്. ആകെ അറിയാൻ ഇവിടെ ആകെ ഉള്ളത് അശ്വതി ഉണ്ട്. ഞാൻ ചോദ്യം ചോദിക്കുന്ന ആളാണ്. അവൻ ഏറ് വന്നു കഴിഞ്ഞാൽ ചോദ്യം ഉത്തരം അങ്ങനെയൊന്നും ഇല്ല. 2 പാക്കറ്റ് ക്രീം ബിസ്ക്കറ്റ് മേടിച്ചു തരും. പിന്നെ ഉറപ്പല്ലേ? ശരി, ഇതിന്റെ ഉത്തരം എന്താ അറിയോ? കോടികൾ മുടക്കിയാൽ കിട്ടില്ല, എന്നാൽ ദാനമായി കിട്ടും. ഇതാണ് സമാധാനം. കോടികൾ മുടക്കിയാൽ ഇത് കിട്ടൂലല്ലോ. ഇപ്പോഴുള്ള സമാധാനം കൂടി പോയല്ലോ. ശരി, രണ്ടാമത്തെ ചോദ്യം. ആവശ്യമുള്ളിടത്ത് ഒരിക്കലും ഉപയോഗിക്കാത്തത് എന്ത്? ബുദ്ധി. എറിയല്ലേ, ഞാൻ വെറുതെ ഞാൻ
സംഘാടകനാണ്. സംഘാടകൻ എന്ത് തോന്നിയ ദിവസവും കാണിക്കാം. എന്നാ വൈപ്പ് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാത്തത്. പറ, ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാം. നമ്മളൊരു സെറ്റാ. അല്ല, ഞാൻ എറിയണ സെറ്റില്ല. അത് വേണ്ട, അത് വേണ്ട. ഹൈഫൈ ഹൈഫൈ ഇല്ല. മോനെ മക്കളെ വേണ്ട. ഹൈഫൈ ഒക്കെ ഹൈഫൈ, പക്ഷെ ഞങ്ങൾ എറിയും. ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാത്തത് എന്താ? ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാത്തത് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാത്തത് എന്ത് എന്ന് പറഞ്ഞ സെന്റൻസിനകത്ത് തന്നെ ഇതിന്റെ ഉത്തരത്തിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. പാസ്. ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാത്ത അനാവശ്യം. ശരിയാണല്ലോ. വളരെ എളുപ്പമുള്ള സേനയാണ്, എന്നാൽ ഒരിക്കലും യുദ്ധം ചെയ്യില്ല. ഇത് എന്ത് സേന? എളുപ്പത്തിന് പറയുന്ന ഒരു വാക്കൊക്കെ ആയിട്ട് എന്തോ അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉള്ളത്. അറിയില്ല. എളുപ്പത്തിന് പറയുന്ന മറ്റൊരു വാക്കാണ്. എളുപ്പം, അതാ ഈസി. ഈസിക്ക് പറയാം. മലയാളത്തിൽ പറയുന്ന എളുപ്പത്തിന് പറയുന്ന വാസനയോ? സേന ഉണ്ട് ആ വാക്കില. സേന ഉണ്ട് ആ വാക്കിൽ. അനായാസേന മരണം. അനായാസേന സേനയല്ലേ? അശ്വതിയോട് ഒന്ന് ബുദ്ധി വെച്ചു. ആദ്യം അവക്കിട്ട് ചോദ്യാ. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റൻ കൂടി ഉണ്ട്. ചോദിച്ചോട്ടെ, ഇതിനെങ്കിലും ഉത്തരം പറയണം. ശരി, അതൊന്നും നടക്കുകയില്ല. ഒരു വീട്ടിൽ 9 കുട്ടികളുണ്ട്. 9 കുട്ടി കുറച്ച് കൂടി പോയി, എന്റെ കുറ്റല്ല. ഒരു കുട്ടി കുളിക്കുന്നു, ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്നു, ഒരു കുട്ടി ചെസ് കളിക്കുന്നു, ഒരാൾ പാട്ട് പാടുന്നു, ഒരാൾ TV കാണുന്നു, ഒരാൾ ഉറങ്ങുന്നു, ഒരാൾ ഡ്രസ്സ് ഇടുന്നു, ഒരാൾ ഡ്രസ്സ് തേക്കുന്നു. 8 പേരുടെ കാര്യം പറഞ്ഞു. ഇനി 9ാമത്തെ ആൾ അപ്പൊ എന്ത് ചെയ്യായിരിക്കും? ഇതെല്ലാം നോക്കുന്നു. നോക്കുന്നു. അല്ലല്ല, അയാൾ ഈ കൂട്ടത്തിൽ ഒരു കാര്യം ചെയ്യാണ്. ചെസ് 2 പേരാണല്ലോ കളിക്കുന്നത്. സോറി. മക്കളെ പോട്ടെ, അവരെന്തായാലും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒക്കെ ഇവിടുന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? നീ തൽക്കാലം ആരെ അറിയണ്ട കേട്ടോ. ഓക്കെ, ഗ്ലാസ് മേടിച്ചോണ്ടങ്ങ് പൊക്കോ. പപ്പുനെ വിളിക്കുന്നു. നീ ഇവിടെ തന്നെ ഉണ്ടാ? കൺഗ്രാജുലേഷൻ. എന്തേ? എന്റെ പൊന്നു സുരാജ്, ഇവ ഇത്ര എറിഞ്ഞിട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ മരം നിക്കണോളെ നിക്കുവല്ലേ? നമുക്ക് കിട്ടിയില്ല. ഞങ്ങൾക്ക് കിട്ടിയില്ല. ഇല്ല, ഞങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. പറഞ്ഞു. കറക്റ്റ് ആൻസർ. അല്ല, നിങ്ങളെല്ലാവരും ബുദ്ധി വെച്ചേ. ഞാൻ വിചാരിച്ചു ഇവൻ നിങ്ങളെല്ലാവരും എറിഞ്ഞിട്ടാണോന്നാ. നീ ഇനി മേലാൽ പ്രായമുള്ളവരടുത്ത് ഇങ്ങനെ കളിക്കാൻ പറയല്ലോ കേട്ടോ. ഒരു കാര്യം, അതിനല്ല, ഇനി അടുത്ത പ്രാവശ്യം കുസൃതി ചോദ്യം ചോദിക്കുമ്പോ ഞാൻ അറിയില്ല, പട്ടീനെ വെച്ച് കടിപ്പിക്കാം. ആലോചിച്ചു ഇതിനെയൊക്കെ മാച്ച് കൊണ്ട് പോണ കാര്യേ. ഇനി നിങ്ങൾ ഇവിടെ ഇരിക്കുക. ഇവിടെ ഒരു കിടിലൻ ഒരു പെർഫോമൻസ് നടക്കുകയാണ്. നിങ്ങളെ മാത്രം നമ്മൾ സംസാരിച്ച് എല്ലാരും ചിരിച്ചാ പോരല്ലോ, നിങ്ങളും കൂടെ ഒന്ന് ചിരിക്കണം. ഓക്കെ, നമ്മുടെ ഈ ഫ്ലോറിൽ അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിജയകുമാർ വളവനാട്. നമസ്തേ. അവിടെ കൈ ഇത്ര ആക്രാന്തം കാണിക്കുന്നത്. വെൽക്കം ടു ദി ഷോ വിജയകുമാർ. ഒന്നുകൂടെ എനിക്ക് മനസ്സിലായി. അത് വന്നുടനെ അവിടെ കാര്യം വെച്ച പേരിന്റെ ഇതിൽ തന്നെ ഉണ്ട് വിളവനാന്ന്. ആളൊരു ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞതിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. എന്തൊക്കെയാണ് വളവനാട് ചെയ്യാൻ പോകുന്നത്? ഞാൻ ആദ്യം നമ്മുടെ അഭിമാനമായ മമ്മൂക്ക സാറിന്റെ കുറച്ച് ശബ്ദമാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആദ്യകാല ശബ്ദം. ഞാൻ ഇങ്ങോട്ട് വരാൻ പാടില്ല, കുട്ടിക്കാലത്ത് കണ്ടുമുട്ടിയിട്ടും ഒരുമിച്ച് കളിച്ചുള്ള ഞാൻ മറക്കാൻ ശ്രമിക്കുക. ഇനി ഒരിക്കലും നമ്മളെ കാണാൻ പാടില്ല. കാര്യം ശരിയ, ഞാൻ പോയാൽ എന്നെ തിരിച്ചു വിളിക്കല്ലേ, ഞാൻ പോയാൽ കൊട്ടെ. പഴയ ശബ്ദം കറക്റ്റ് ആട്ടോ. താങ്ക് യു സർ. അടുത്തത് അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ അമരം എന്ന സിനിമ. അപ്പൊ അതിൽ മുരളി സാറിന്റെ ഒരു ശബ്ദം കൂടെ ഉണ്ട്. എടി ഭാർഗവി, നീ അങ്ങോട്ട് പോടി. എടി നീ അങ്ങോട്ട് പോവാൻ ഇവിടെ ചോദിക്കാൻ ആണുങ്ങളടി. എടി നിന്നോടാ പറഞ്ഞത്. എടി വിളിച്ചോണ്ട് കുടുംബത്തോട്ട് പോടി.
എടാ അച്ചുവേ, നിന്റെ മന്ദം കോണ് നീവനായിട്ട് എന്നാ വീക്കാണ്ടാ വീക്കാത്? ചെറുക്കൻ്റെ ചുണ്ടും മുറിഞ്ഞ് ചോര വന്ന് തള്ളമാര് കണ്ടാ സഹിക്കുക. മോളെ, ചോറ് കാലമായ ഇനി എപ്പോഴാ ചെന്ന അടുപ്പത്തത് ചെല്ല്. പിള്ളേരെന്തോ തമാശ പറഞ്ഞ് ചിരിച്ചെന്ന് വെച്ച് നീ അത്ര കാര്യമാക്കാനുണ്ടാ? തമാശ ഇതാണ് തമാശ. ഈ തമാശ വേണ്ട. ആങ്ങളെയല്ലേ പെങ്ങളെല്ലാം ഓർത്തിട്ട് ഇപ്പൊ അതല്ല. പിള്ളേർക്കടെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതങ്ങോട്ട് നടത്തിക്കൊടുക്കാടാ. എന്താ പറഞ്ഞത്? നടത്തിക്കൊടുക്കാൻ. അതിനേക്കാൾ വേറെ എന്റെ മുന്നിൽ നീ കടലിൽ തള്ളാല. നടക്കേല കൊച്ചുരാമ, ഞാൻ ജീവിച്ചിരിക്കും നടക്കേല. അത്രയ്ക്ക് മോശക്കാരാണടാ എന്റെ രാഘവൻ. നിനക്കവൻ മോശക്കാരല്ലായിരിക്കും. പഠിപ്പും വിവരത്തിന് മണവണ ഞാൻ ചെറുക്കനെ കൊണ്ട് എന്റെ മകളെ ഞാൻ കല്യാണം കഴിക്കാൻ. അങ്ങനെ വല്ല ആഗ്രഹം വല്ല മനസ്സിലുണ്ടെങ്കിൽ അതെടുത്ത് കളഞ്ഞേക്ക്. നടക്കേല കൊച്ചുരാമ, ഞാൻ ജീവിച്ചിരിക്കും നടക്കേല. നിന്റെ മകളാര് മാനത്തുനിന്ന് പൊട്ടി വീണതാ? അല്ല കയ്യും കാലം കണ്ണൊക്കെ 4-5 വീതം ഉണ്ടാ. എടാ നന്ദിയില്ലാത്ത തെറ്റേ, കൊച്ചുരാമൻ അതിമോഹക്കാരനല്ല. ഇനി പൊണ്ണുകൊണ്ട് വഞ്ചി തീർത്ത് പറഞ്ഞാൽ പോലും കൊച്ചുരാമന്റെ മകനെ നിന്റെ മകളെ വേണ്ടടാ. ഇനി തുള്ളിക്കളത്തിന്റെ കുടുംബത്തെട്ടെങ്ങാനും വന്നാ മുഖത്ത് ഞാൻ ചൂലെടുത്തടിക്കും. എന്റെ കൊച്ചിനെ നീ തല്ലി, ഞാനത് സഹിച്ചു. ഇനി എന്റെ മകന്റെ മേത്ത് തൊട്ട കൊച്ചുരാമൻ നിന്റെ കുടലെടുക്കൂടാ. പാമ്പിനാണല്ലോ ഞാൻ പാൽ കൊടുത്തത്. അവന്റെ മകളുടെ യോഗ്യത തൃപ്തിയായ എല്ലാം തകർത്തരിപ്പണാക്കിയല്ല. എല്ലാം തകർത്തരിപ്പണാക്കിയല്ല മുത്തേ. എല്ലാം തകർത്തരിപ്പണാക്കിയ. എല്ലാം തകർത്തരിപ്പണാക്കിയ. സൂപ്പർ കേട്ടോ. ഇത് എങ്ങനെയാണോ ഇത് ഇത്രയും ബൈഹാട്ട് ചെയ്ത്? അടിപൊളി. ആ ഫീലൊന്നും പോകാതെ തന്നെ ഗംഭീരമാക്കി കേട്ടോ. മനുഷ്യൻ ശ്വാസം എടുത്തിട്ടില്ല അല്ലേ? ശരിക്കും നമ്മൾ ആ സിനിമ കണ്ടോണ്ടിരുന്നു അല്ലേ? എല്ലാം മുമ്പിൽ കൂടെ വന്നു. അത്ര പെർഫെക്ഷൻ ആയിരുന്നു. അത് രണ്ടുപേരുടെ ശബ്ദം മാറി മാറി, ഒരു ഡയലോഗ് പോലും വിടാതെ. വിജയകുമാർ ഇവിടെ വന്ന് ഇത്രയും ഒരു കിടിലം പെർഫോമൻസ് നടത്തിയതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനി പ്രോഗ്രാം ഒരുപാട് കിട്ടട്ടെ എന്ന് അങ്ങേറ്റം ആശംസിക്കുന്നു. ഓക്കെ ഡിയർ. ഓൺലൈനിൽ സ്റ്റാർ ആയിട്ട് എത്താൻ പോകുന്നത് ഓൺലൈൻ ലോകത്തിന് സുപരിചിതനായ ഒരു ട്രാവൽ വ്ലോഗറാണ്. ലോകമെമ്പാടും യാത്ര ചെയ്ത് ട്രാവൽ വ്ലോഗുകൾ ചെയ്ത് പ്രശസ്തനായ ഇദ്ദേഹമാണ് ഹാരിസ് അമീർ അലി. ഹാരിസ് അമീർ അലി, വെൽക്കം. ഇത് സ്ഥിരം കാഴ്ചയാണ്. ഇവിടെ വന്ന എല്ലാ ട്രാവൽ ബ്ലോഗർമാരും ഈ ക്യാമറ ആയിട്ട് നടക്കാറുണ്ട്. പിന്നെ ഞാൻ ഇങ്ങരുടെ ഇതെല്ലാം യൂട്യൂബ് ചാനലുണ്ട് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ട്. അതും ഇദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ്. അതില് മിക്ക പ്രാവശ്യം കാണും. ഞാൻ ഇതിൽ കണ്ട് ഞെട്ടിപ്പോയ കുറെ സംഭവങ്ങളുണ്ട്. അതിൽ എന്തൊക്കെയോ കട്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കാണാനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്, എല്ലാ മലയാളി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കരിന്തേടിനെ കഴിക്കുകയാണ്. അപ്പൊ പേടിയുണ്ടോ? എന്നാലും പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് കഴിക്കുന്നതാണ്. എങ്ങനെയുണ്ട് നോക്കട്ടെ. നമ്മുടെ ഞണ്ടിനെ കഴിക്കണ പോലെ ഉണ്ട്. ഞണ്ട് ഇത് കണ്ടോളൂ. അതിന്റെ തല അവര് കട്ട് ചെയ്ത്, ഓക്കെ, തല കട്ട് ചെയ്യുന്ന കാഴ്ച. വെയിറ്റ് തല അവർ കട്ട് ചെയ്ത് മാറ്റി. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ മലയാളികൾക്ക് ഒരു സുപരിചിതമല്ലാത്ത ഒരു കാഴ്ചയാണത്. അപ്പൊ നമ്മള് ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെയാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ പാമ്പിറച്ചി നമ്മുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. പാമ്പിറച്ചി എന്ന് പറയുമ്പോ തന്നെ നെഞ്ചിടിപ്പും അതായത് നമ്മൾ മൾബറി പുഴു എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഈ പുഴുവിനെയാണ്. അപ്പോൾ ഇവർ ഇതിൻ്റെ നൂലിൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിലേക്ക് വിൽക്കാൻ വരും. അപ്പോൾ അതിനെ ഭംഗിയായിട്ട് നമ്മളെടുത്ത് കഴിക്കുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്.
നല്ലവരായിട്ടുള്ള എൻ്റെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ഈ പുഴുവിനെ ആദ്യം തന്നെ കഴിക്കുന്നു. ഏതുണ്ട് അടിപൊളി. പുഴുവിന്റെ രുചി എന്താന്ന് പറഞ്ഞാല് പൊരി തിന്നില്ല, പൊരി 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 തിന്നണ പറയുന്നത്. ഇതെവിടെയായിരുന്നു ഈ സംഭവം? പാമ്പിനെ നമ്മൾ കഴിച്ചത് ഇന്തോനേഷ്യയിൽ നിന്നാണത്. ഇപ്പൊ ഇത് കണ്ടത് ഇപ്പൊ പാമ്പ്, മുതല, പുഴു ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇതൊക്കെ നമ്മുടെ നാട്ടില് നിയമമൂലം നിരോധിച്ചേക്കുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ ഹോട്ടലുകളിൽ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. ഞാൻ തന്നെ അന്വേഷിച്ച് തേടി പിടിച്ച് കണ്ടെത്തി കഴിച്ചതല്ല. അവിടെ ഫേമസ് ആയിട്ടുള്ള ഹോട്ടലുകളിൽ അവൈലബിൾ ആവുന്നതാണ്. അവിടുത്തെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. ആ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് സുലേഖ അരി, മറ്റേ ഇതരി എന്ന് പറഞ്ഞിട്ട് കുറെ ചാക്ക് ഇങ്ങനെ വെക്കില്ലേ, ഇതുപോലെ കൂട്ടിനകത്ത് പല വെറൈറ്റി പാമ്പിന് കിടപ്പുണ്ട്. അപ്പൊ നിനക്കൊന്ന് നമുക്കൊന്ന് മൂർക്ക അടിച്ചാലോ? ഓക്കെ, 2 കിലോ കറുമൂർക്ക എറിഞ്ഞെടുത്തേ. അപ്പൊ ഫ്രഷ് പിടിച്ച് തല കട്ട് ചെയ്ത് ബ്ലഡ് ഒരുത്തം കുടിക്കും. ആ കൂടെ വരുന്ന ആൾക്കാരൊക്കെയാണ് കുടിക്കുന്നത്. നിങ്ങൾ ബ്ലഡ് കുടിക്കാൻ നിന്നില്ല? ഞാൻ ബ്ലഡ് കുടിച്ചില്ല. അതെ, അദ്ദേഹത്തിന്റെ ആ യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് നമുക്ക് പോകണം, അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും പോകേണ്ട റൂട്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എല്ലാത്തിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഇദ്ദേഹം ഇട്ടിരിക്കുന്നത്. അത് മറ്റുള്ള യാത്ര ചെയ്യുന്നവർക്കൊരു വഴികാട്ടി തന്നെയാണ്. ഏകദേശം എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചു? 20ഓളം രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ മലയാളികൾ ഇനി മടിച്ചു വെക്കണ്ട കേട്ടോ. നമുക്ക് കുറച്ചൊക്കെ നമ്മൾ അധ്വാനിച്ച് ഇതൊക്കെ ഉള്ളൂ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർക്കാനൊക്കെ. ഇദ്ദേഹത്തിന് പിന്നെ പ്രത്യേക ഒരു താങ്ക്സ് ഉണ്ട്. കാരണം ഞങ്ങൾ ഈ ഇന്ന ആളെ വിളിച്ചപ്പോൾ ശരിക്കും ഇവിടെ ഇല്ലായിരുന്നു, തായ്ലാൻഡിലായിരുന്നു. തായ്ലാൻഡിൽ നിന്ന് ഇന്ന് ഫ്ലൈ ചെയ്ത് എത്തിയാൽ ഇന്ന് രാവിലെ എത്തിയിട്ട് ശരിക്കും ഇവിടെ വരികയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാനിപ്പോ എന്തായാലും വരുന്ന സമയത്ത് തന്നെ എന്റെ ചാനലിന് വേണ്ടി ഒരു വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ തായ്ലൻഡിൽ നിന്ന് ഈ ഷോയിലേക്ക് വരുന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇവർക്ക് ചാനലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റി. ഇവിടെ എത്തുന്നത് വരെയുള്ള ഇവിടെ എത്തിയതിനു ശേഷം ഒന്ന് സംസാരിച്ചതും കൂടെ എടുത്തോ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സുരാജ് ഏട്ടൻ്റെ കൂടെയാണ്. സുരാജ് ഏട്ടൻ്റെ സി കേരളം ചാനലിലെ കോമഡി നൈറ്റ്സ് വിത്ത് സുരാജ് എന്ന പ്രോഗ്രാമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. കോമഡി നൈറ്റ്സിന്റെ ചെറിയ ഒരു പാട്ട് പാടുവോ? ഇല്ല, സുരാജേട്ടൻ പാടുകയാണെങ്കിൽ ഞങ്ങൾ കൂടെ പാടും. കാരണം പണ്ടും അല്ലേ ഞങ്ങൾ ചിത്രചേച്ചിയുടെ ഒക്കെ പാട്ട് വെച്ചിട്ട് കൂടെ പാടി പഠിച്ചിട്ടുണ്ട്. ഞാൻ പാടുന്ന വെച്ചാൽ ഞാൻ പാടില്ല. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ മിമിക്രി, മോണാക്ട്, ഇതൊക്കെയാണ് ഞാൻ തകർത്ത ഐറ്റം. ഞാൻ ഒരു കാര്യം പറയട്ടെ, സുരാജേട്ടൻ ഇതുപോലെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മോണോആക്ടിന് പിന്നെ ഇങ്ങനെ ആയിരുന്നല്ലോ ഫസ്റ്റ്, മിമിക്രിക്ക് പിന്നെ എപ്പോഴും എനിക്ക് തന്നെയായിരുന്നു ഫസ്റ്റ്. അങ്ങനെ പറഞ്ഞ പല പല കാര്യങ്ങളും നല്ലോണം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതെന്നെ ഉദ്ദേശം, മനസ്സിലായില്ല. അങ്ങനെ പലത് ഇത് പലതും സ്റ്റെപ്പ് മാറി, തള്ളിന്റെ സ്റ്റെപ്പ് മാറി. ഇങ്ങനല്ല ഇപ്പൊ ഇതിന്റെ ചില സത്യാവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ക്ലാസ്സിലെ ടോപ്പർ ആയിരുന്നു എന്നൊക്കെയാ പറഞ്ഞത്, ബാക്ക് ബെഞ്ചിലെങ്കിലും അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളെ നമ്മൾ ഒരാളെ ഈ വേദിയിലേക്ക് കൊണ്ടുവരികയാണ്. അത് മറ്റാരുമല്ല, സുരാജേട്ടന്റെ പ്രിയപ്പെട്ട ഒരു ക്ലാസ്മേറ്റ് ആണ്, കൂട്ടുകാരനും നല്ലൊരു ഗായകനുമായ വിപുരേഷ്. അദ്ദേഹത്തിനെ സ്നേഹപൂർവ്വ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൈക്കൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല. പിന്നെ ക്ലാസ്മേറ്റ്സ് ആയിരുന്നല്ലേ? സ്കൂളിൽ നമ്മൾ ഒരുമിച്ചായിരുന്നു. സ്കൂളിലും മിമിക്രി മോണോ ആക്ടിങ്ങിന് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നോ? വളരെ ആക്റ്റീവ് ആണോ? സ്കൂളിൽ ഞാൻ മിമിക്രി മോണോ ആക്ട് പിന്നെ ഫാൻസി ഡ്രസ് പരിപാടിയിലൊക്കെ ആണെങ്കിൽ എൻ്റെ ക്ലാസ്സിലിരുന്ന് അതേ ക്ലാസ്സിലിരുന്ന് പഠിച്ചതാണ് വിപുരേഷ്. വിപുരേഷ് അന്ന് പാട്ടിലാണ്, മാപ്പിളപ്പാട്ട്, പിന്നെ എന്തൊക്കെ അളിയാ മത്സരം, ഗാനമേള, ലളിത ഗാനം, അതിനെല്ലാത്തിനും അളിയൻ തന്നെയാണ് ഫസ്റ്റ് മാച്ചിക്കൊണ്ട് പോകുന്നത്. പിഞ്ഞാറമൂട്ടിൽ കുറെ അപ്പുറത്താണ് വീടും. പിന്നെ കാണുന്നത് ഈ സ്റ്റേജ് ഷോയിലാണ്. പിന്നെ അവനെ കാണുന്നത് ദുബായിൽ വെച്ചിട്ടാണ്. പിന്നെ കാണുന്നത് ദേ ഇപ്പോ. അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന കക്ഷിയാണ്. കൈയോടെ കിട്ടിയപ്പോൾ നമുക്ക് ആ പഴയ മെമ്മറീസ് ഒക്കെ ഒന്ന് പൊടിതട്ടിയെടുക്കാം. നല്ല പാട്ടുകാരനാണ്. ടീച്ചേഴ്സ് ഒക്കെ വെറുതെ ടെൻഷനൊക്കെ കൂടുമ്പോ ഇവനെ വിളിച്ചിട്ടാണ് പാട്ട് പഠിക്കുന്നത്. അപ്പൊ ഒരു പാട്ട്
ചുരുളിയിൽ സാഗര സൗന്ദര്യം മണിയിൽ സുരഭില സൂര്യകണം കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം ലോലലോലമാണു നിന്റെ അകരം തിരനുരയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. വെണ്ണിലാവിട്ട് വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ വെണ്ണിലാവിട്ട് വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ പാലോത്സവത്തിൽ മന്ത്രക്കേളി മന്ദിരത്തിങ്കൽ മഴത്തുള്ളി പൊഴിക്കുന്നു മുകിൽ പക്ഷിയുടെ നടനം തിരമുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം തിരിതെളിയും മണിയിൽ സുരഭില സൂര്യകണം. വന്ന വഴിക്കൊരു കാര്യം, ഈ സുരാജേട്ടൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ലൈൻ ഉണ്ടായിരുന്നു അല്ല എത്ര എണ്ണം ഉണ്ടായിരുന്നു? എണ്ണം കറക്റ്റ് എനിക്ക് അറിഞ്ഞോളൂ. ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, എണ്ണം കറക്റ്റ് അറിഞ്ഞൂടാ. അവൻ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കലാകാരനാണ്. ഓക്കെ, താങ്ക് യു അളിയ, ഇവിടെ വന്നതിലും സന്തോഷം. ലവ് യു. ഓക്കെ അളിയ, താങ്ക് യു. ഇതിനേക്കാൾ ചിരിയോടെ, സന്തോഷത്തോടെ, എനർജിയോടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന ശുഭ പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ഗുഡ് ബൈ.